അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സ്യം വിഴുങ്ങിയ മുത്ത്. ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഹസ്രത്ത് സൗബാൻ ബിൻ ഇബ്രാഹിം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയാണ്. ഒരിക്കൽ മഹാനുഭാവൻ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. സഹയാത്രികൾക്കൊന്നും അദ്ദേഹത്തെ പരിചയമില്ലാത്തതുകൊണ്ട് വേഷവിധാനങ്ങളിലെ ലാളിത്യം കൊണ്ടും ഏതോ ദരിദ്രവാസിയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഏതാനും ദൂരം പിന്നിട്ടപ്പോൾ വഞ്ചിയിലുണ്ടായിരുന്ന ഒരു പ്രമാണിയുടെ വിലപിടിപ്പുള്ള ഒരു മുത്ത് കാണാതെയായി. യാത്രക്കാരെയും അവരുടെ ഭാണ്ഡങ്ങളുമെല്ലാം പരിശോധിച്ചു. മുത്ത് കിട്ടിയില്ല. പരിശോധനയിലോ മറ്റു സംസാരങ്ങളിലോ ഒന്നും ഇടപെടാതെ വഞ്ചിയുടെ ഒരു ഭാഗത്ത് ദിക്റിൽ മുഴുകിയിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ചിലർ സംശയിച്ചു. പ്രമാണിയും മറ്റും യാത്രക്കാരും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, നിങ്ങളാണോ മുത്ത് മോഷ്ടിച്ചത്? മഹാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ അങ്ങനെയുള്ള ആളല്ല. അതൊന്നും കേൾക്കാതെ അവർ ചോദ്യം തുടർന്നപ്പോൾ മഹാൻ ആകാശത്തേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു, നാഥാ, മുത്ത് ഞാൻ എടുത്തിട്ടില്ലെന്ന്, ഞാൻ നിരപരാധിയാണെന്നും നിനക്കറിയാമല്ലോ. അവർക്കിടയിൽ എന്നെ കുറ്റവാളിയാക്കരുതേ. പ്രാർത്ഥന കഴിയേണ്ട താമസം ജലോപരിതലത്തിൽ ഒരു കൂട്ടം മത്സ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ മത്സ്യങ്ങളുടെ വായിലും തിളങ്ങുന്ന ഓരോ മുത്തുകളുണ്ട്. മഹാൻ അവരിൽ ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് മുത്തെടുത്തു പ്രമാണിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾക്ക് മുത്ത് കിട്ടിയില്ലേ, ഇനി എന്നെ കുറ്റപ്പെടുത്തരുത്. ഈ അത്ഭുതം നേരിൽ കണ്ട പ്രമാണിയും യാത്രക്കാരും മഹാനവറുകളുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അറബിയിൽ മത്സ്യത്തിന് നൂൻ എന്ന് പറയാറുണ്ട്. ഈ സംഭവത്തിനു ശേഷമാണ് വിശ്വപ്രസിദ്ധനായ സൗബാൻ റളിയല്ലാഹു അൻഹു ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.